ഒരൊറ്റ എക്സാമ്പിളിനകത്ത് നിങ്ങൾക്ക് ഇതല്ല എന്നുള്ളത് തെളിയിക്കാൻ പറ്റും. ഇതല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണെന്നുള്ളതിന്റെ ഒരു ഹദീസ് മാത്രം കണ്ടാൽ മനസ്സിലാവും. പ്രവാചകന്റെ എക്സാമ്പിൾ എടുത്താൽ മനസ്സിലാവും. പ്രവാചകൻ എങ്ങനെയാണ് അയലത്തുകാരോട് ജീവിച്ചിരുന്നത്, മറ്റ് അന്യമതസ്ഥരോട് അവിശ്വാസികളോട് എങ്ങനെയാണ് പെരുമാറിയെന്നുള്ളത് ഒരൊറ്റ ഹദീസ്. നിങ്ങൾ ആ ഹദീസ് എടുത്ത് വായിക്കുക. ബുഖാരി 1356. ഇതിനകത്ത് ഒരു സംഭവം കാണാൻ പറ്റും. അനസ് എന്ന് പറഞ്ഞിട്ട് ഒരു സഹായി പ്രവാചകൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതായത് 10 വയസ്സ് മുതൽ ആ കൂടെ തന്നെ ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് പേര് പറയാനും അങ്ങോട്ട് കൊണ്ടുവിടാനും ജോലി ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു യഹൂദ ബാലൻ സഹായിയായിട്ട് പ്രവാചകൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഒരു യഹൂദ ബാലനെ എങ്ങനെ പ്രവാചകൻ സഹായിയായിട്ട് വെക്കും? കൂടെ ഒരു അവിശ്വാസിയാണ്. അവിടെ യഹൂദനും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നു പല സൈഡിലും. അപ്പോൾ ഇവിടെ നടക്കുന്നതെല്ലാം പോയിട്ട് ഈ യഹൂദ ബാലൻ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പറയാം. അതുകൊണ്ട് ഈ യഹൂദ ബാലൻ അവിടെ എങ്ങനെ ഉണ്ടായെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശത്രുത ഉടനെ അയൽവാസിയല്ല, ഉടനെ വെട്ടിക്കൊല്ലണ്ടേ? ആ യഹൂദ ബാലൻ ഉണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളും കാണും. അവരാരും എന്താ കൊല്ലാത്തത്? അവർ അയലത്തുകാരെ ഉടനെ വെട്ടിക്കൊല്ലണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. യുദ്ധം ചെയ്ത് അവരെ കൊള്ള രൂക്ഷത ചെയ്യണം. അതിന്റെ ചെയ്യാത്തത് അങ്ങനെ ചെയ്താൽ ഒറ്റ യഹൂദനും കാണത്തില്ലല്ലോ മദീനയിൽ. യഹൂദന്മാരെങ്ങനെ അവിടെ ജീവിച്ചു? അവിടെ ഒരുപാട് യഹൂദന്മാരുണ്ടായിരുന്നല്ലോ. അവിടെ പലിശയെല്ലാം കൊടുത്തുകൊണ്ട് അവർ തന്നെ ഉണ്ടായിരുന്നു. പ്രവാചകൻ തന്നെ അവരുടെ തന്നെ ഒരു പടയെങ്കി വിലയാധാരമായിട്ട് വെച്ചല്ലോ. അതെങ്ങനെ നടന്നു? അത് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോ അയാളെ കബറിൽ പോയിട്ട് വിലയാധാരം വെച്ചയക്കും. ഇയാളെ ഇതനുസരിച്ചിട്ട് കൊന്നിട്ടെ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ ഇതിനൊക്കെ? അതെ. അപ്പം ഇത്രയും ആൾക്കാർ അവിടെ തന്നെ ജീവിച്ചിരുന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു യഹൂദന്മാര്. അതുപോലെ ഒരു യഹൂദൻ ഡെഡ് ബോഡി കണ്ടിട്ട് പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞു. അതെന്താ ഇങ്ങനെ കൊന്ന യഹൂദനാണോ? അത് രൂക്ഷത കണ്ടെത്തി അയലത്തുകാരനെ കൊന്നതാണോ? കൊണ്ടുപോകണ ആരാണ്? എല്ലാം യൂതന്റെ ഒരു സമുദായം മയ്യത്ത് ശവശരീരം കൊണ്ടുപോകുന്ന ആരാണ്? മുസ്ലിങ്ങളാണോ? അല്ലല്ലോ, യൂതൻ തന്നെയല്ലേ കൊണ്ടുപോകണത്. യൂതന്മാരാണ്. അപ്പൊ ഒരു കൂട്ടമായിട്ട് തന്നെ യഹൂദന്മാരവിടെ ജീവിച്ചിരുന്നു. ഈ രൂക്ഷത കണ്ടെത്തി അവരെല്ലാം വെട്ടിക്കൊല്ലണം, വെട്ടിക്കൊല്ലണ്ടേ? അപ്പം ഈ സംഭവം മുഴുമിപ്പിക്കട്ടെ. അപ്പം ഒരു യഹൂദ ബാലൻ ഉണ്ടായിരുന്നു. സംഭവം അതോടെ തീർന്നില്ല, വളരെ പ്രശ്നം വായിച്ചറിയാം. അപ്പം ഈ കുട്ടിക്ക് അസുഖം ബാധിക്കും. സുഖമില്ലാതെ കിടന്നിട്ട് കുറച്ച് നാളായിട്ട് ജോലിക്ക് വരാതാകുമ്പോഴത്തേക്ക് പ്രവാചകൻ അവരുടെ വീട്ടിൽ തേടിപ്പോകും. എന്തിനാ? രൂക്ഷത കാണിക്കാനോ, വെട്ടിക്കൊല്ലാനോ, അവരെ യുദ്ധം ചെയ്ത് കൊല്ലാനോ? അതല്ല. അവൻ കാണുന്നില്ല, പയ്യനെ കാണുന്നില്ല, സുഖമില്ലെന്ന് കേട്ട് മനസ്സിലാക്കി അങ്ങോട്ട് പോകുന്നത്. ആലോചിച്ച് നോക്കണം. ഒരു മുസ്ലിം രാഷ്ട്രത്തിന്റെ ഭരണാധികാരി പ്രവാചകനാണ്, പ്ലസ് ഭരണാധികാരി, 2 തലപ്പത്തുള്ള ഒരാള്, ഒരു മൈനോറിറ്റി യഹൂദന്മാർ നിങ്ങളെല്ലാം കൊല്ലണോ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ. ആ വീട്ടിലെ ഒരു കുട്ടിക്ക് സുഖമില്ല, തന്റെ സഹായിയായിട്ടിരുന്ന കുട്ടിയെ കാണാനായിട്ട് നേരെ പോവാണ്. നേരെ പോയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ആ കുട്ടിയുടെ കൂടെ കട്ടിൽ കിടക്കുന്നു, പോയി കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്നു. എന്താണെന്നെല്ലാം ചോദിച്ചത്തേക്ക് അത് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായി ഈ രോഗം നല്ല മൂർച്ഛിച്ചിരിക്കുകയാണ്. അപ്പം ഓക്കെ, അപ്പൊ കുറച്ച് തിരിച്ചു വരാൻ സാധ്യതയില്ല, മരണത്തോട് അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് പ്രവാചകന് മനസ്സിലായി. ആ സമയത്ത് ആ കുട്ടിയുടെ അടുത്ത് പറയും, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുക, മുസ്ലിം ആവും, ഏകദൈവത്തെ വിശ്വസിക്കുക, അല്ലാഹെ ആരാധനകർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, മുഹമ്മദ് അവന്റെ പ്രവാചകനാണ് എന്ന കലിമത്ത് നീ പറയുക എന്ന് പറയും ആ കുട്ടിയോട്. എന്നാ പറയുന്നത്? അപ്പൊ ഇത്രയും നാളും ആ കുട്ടി അവിടെ തന്നെ ജോലി ചെയ്തിട്ടുണ്ട്, കൂടെ തന്നെ. എന്തുകൊണ്ട് വരട്ടി മാറ്റിയില്ല? പറഞ്ഞു, കുട്ടിയല്ലേ, ഈസിയായിട്ട് പറഞ്ഞ് അവനെ മാറ്റിക്കൂടായിരുന്നു. അത് മാറ്റുന്നില്ലല്ലോ. ഇത്ര നാൾ കഴിഞ്ഞ് മരിക്കാറായപ്പോഴത്തേക്കിന് അവിടെ പോയിട്ട് ഇത് പറയുന്നു. ആ കുട്ടി നോക്ക്, ആ നിഷ്കളങ്കമായ കുട്ടി, ആ കുട്ടിയുടെ പിതാവ് അടുത്ത് നിൽപ്പുണ്ട്, ആ യഹൂദന്റെ മുഖത്തേക്ക് നോക്കുന്നു. അതായത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പം ആ യഹൂദനായ പിതാവ് പറയുന്നു, അബുൽ ഖാസിം പറയുന്ന പോലെ കേൾക്കുക. അവർ അബുൽ ഖാസിം എന്നാണ് യഹൂദന്മാരെ വിളിച്ചിരുന്നത്. എന്നുവെച്ചാൽ ഖാസിം എന്നുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പേര് അങ്ങനെയാണ്. അബൂബക്കർ എന്നുള്ളത് അബൂബക്കറിന്റെ ശരിക്കും പേരല്ല, അവന്റെ പേര് വേറെയാണ്, ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും അറിയത്തില്ല. ഒരു കുട്ടി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ പേരിലാണ് പിതാക്കന്മാർ അന്ന് അറിയപ്പെടുക. അങ്ങനെ അബു ഖാസിം എന്നാണ് ഒരു പറയുക. അബുൽ ഖാസിം പറയുന്നവരെ നീ കേൾക്കാം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിച്ചു. അപ്പോഴത്തേക്ക് ആ വീട്ടിൽ നിന്ന് പുറത്ത് വന്ന് എൻ്റെ വലിയൊരു ആശ്വാസത്തോടുകൂടി, മുഖത്ത് ആശ്വാസത്തോടുകൂടി, നരകത്തിൽ നിന്നും ഒരു ജീവൻ, ഒരു ആത്മാവ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ആ വീട്ടിൽ നിന്ന് പുറത്ത് വരുന്നതാണ്. അപ്പോ ഈ ഒരു സംഭവത്തില് ഒരുപാട് പാഠങ്ങൾ ഒരെണ്ണത്തിനകത്തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആരെയും നിർബന്ധിച്ച് മാറ്റിയിട്ടില്ല. മാറ്റണം പറഞ്ഞാൽ ആദ്യമേ ഈ കുട്ടിയെ മാറ്റണം. ആരെയും അവിശ്വാസികളെ കൊല്ലണോ എന്നുള്ള നിയമം ഇസ്ലാം ഇല്ല. സ്വന്തം തൊട്ടടുത്ത് അവിശ്വാസി തന്റെ സഹായിയായിട്ട് ഒരു അവിശ്വാസിയെ പ്രവാചകൻ വെച്ചത്. അതുപോലെ അക്കാലം മാത്രമേ അവനെ മാറ്റിയില്ല. അവരെ പ്രവാചകൻ ആ യഹൂദന്റെ പിതാവിനെ മാറ്റിയിട്ടില്ല. മരണത്തോട് കിടക്കുമ്പോൾ മാത്രം നരകത്തിൽ പോവരുത് ആ കുട്ടി. അപ്പൊ അത് ആത്മാർത്ഥത നിങ്ങൾ അളക്കണം. ഒരു ഹദീസിനകത്ത് ഒരുപാട് പാഠങ്ങൾ നിങ്ങൾക്കുണ്ട്.
ലോകത്തിലെ അല്ലെങ്കിൽ ഈ ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ എന്തിനാ ആ പയ്യനെ മരിക്കാൻ നേരത്ത് മാറ്റുന്നത് പറയുന്നത് എന്തിനാ? ഇസ്ലാം സ്വീകരിക്കുന്നു പറയുന്നത് എന്തിനാ? അപ്പൊ ഫുൾ ആൻഡ് ഫുൾ അവിടെ പോയി പരലോകത്ത് പോയി മാറ്റിപ്പോകരുത്, അവിടെ പോയി നരകത്തിൽ പോകരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ പ്രവാചകന് മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ ആശ്വാസം കാണാം. അവൻ പറഞ്ഞപ്പോഴത്തേക്ക് ആശ്വാസമായി, രക്ഷപ്പെട്ടു, ഒരു ആത്മാവ് രക്ഷപ്പെട്ടു, ഒരു ആത്മാവ് രക്ഷപ്പെട്ടു എന്നുള്ള ആ ഒരാളെങ്കിലും രക്ഷപ്പെട്ടു എന്നുള്ള ഇത്രത്തോളം പച്ചയ്ക്ക് ആ സംഭവങ്ങൾ പ്രവാചക ജീവിതം റെക്കോർഡ് ചെയ്ത് വെച്ചെത്തിക്കുമ്പോൾ നിങ്ങൾ ഒരു ഉളുപ്പില്ലാതെ നാവ് വളച്ച് എന്തെല്ലാമാണ് പറയുന്നത്, എത്ര വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ജൂതന്മാർ അങ്ങനെ ചെയ്തു, അവിശ്വാസികളോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, മുസ്ലിം ആക്കി മാറ്റി അവനെ പട്ടിണിക്കിടാൻ പറഞ്ഞു, അല്ല ചോറ് കൊടുക്കാൻ പറഞ്ഞു. എങ്ങനെ നാവ് കളയുന്നു? ഒരു വിരോധ മനസ്സിൽ കയറി കഴിഞ്ഞാൽ എന്തും പറയാം, കുറെ നമ്പറുകൾ പറയാം, വായ്പൊന്ന് പറയും. ഇങ്ങനെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ വെച്ചിട്ട് വായ്പൊന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നായിട്ട് പഠിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ കള്ളങ്ങളും ഞങ്ങൾ എടുത്തിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വസ്തുത എന്താണെന്നുള്ളത് തെളിവ് സഹിതം ആൾക്കാർ നമ്മൾ എത്തിക്കും. അപ്പം ഈ ഹദീസ് ബുഖാരി 1356 കാണാം. ഒരുപാട് കാണാം. ഒരുപാട് യഹൂദന്മാരായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, ജനാസ കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്നത്, ഒരു യഹൂദനും മുസ്ലിം തമ്മിൽ വഴക്ക് വരും, സ്വത്ത് തർക്കം ഉണ്ടാവും. അപ്പോഴെല്ലാം അവർ പ്രവാചകടുത്താണ് വരിക. അപ്പോഴെല്ലാം കറക്റ്റായിട്ട് നീതിപരമായിട്ടുള്ള ജഡ്ജ്മെന്റാണ് കൊടുക്കുന്നത്. ഇതിന് മുമ്പുള്ള ഒരു ഇതിനകത്ത് നമ്മൾ അതെല്ലാം പറഞ്ഞു നമ്മൾ. അതുപോലെ അന്ന് പറയാൻ പറ്റുന്ന ഒരു ഹദീസ് പറയാം, ഇബ്നു മാജ 2434 ഹദീസ് എന്നൊക്കെ നോക്കുക. അവിടെ ജാബിർ ഒരു യഹൂദന്റെ അടുത്ത് നിന്ന് കുറച്ച് കടം വാങ്ങിച്ചിരുന്നു, ഈത്തപ്പഴം. അപ്പോൾ ആ കറക്റ്റ് സമയമായപ്പോഴത്തേക്ക് അവൻ വന്ന് കറക്റ്റായിട്ട് ചോദിക്കുന്നു, യഹൂദൻ നീ തിരിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുക്കാനില്ല. അപ്പം പ്രവാചകന്റെ അടുത്ത് ഒന്ന് പറയും, പ്രവാചകൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ നോക്കണം, ഭരണാധികാരി പ്ലസ് പ്രവാചകൻ അവരുടെ കൺട്രോളിൽ അവർ ആ ജീവിക്കുന്ന ഒരു യഹൂദനാണ്. അതൊന്നും തരാൻ പറ്റത്തില്ല. മുസ്ലിങ്ങളൊക്കെ അങ്ങനെ തന്നെ വാങ്ങിച്ചാൽ പറ്റാ, നീ എന്താ ഇവിടെ നമ്മുടെ ഇതായിട്ട് ജീവിക്കുന്ന ആൾ ഉണ്ടായിരുന്നാലും ഒന്നും വാങ്ങിച്ചു പോരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നേരെ പോയി അവരുടെ റെക്കമെൻഡ് ചെയ്യുന്നു, ഒരു കുറച്ച് സമയം അവകാശം കൊടുക്കണം, കുറച്ച് കഴിഞ്ഞാൽ തരും. പറ്റത്തില്ല എന്ന് സ്റ്റോണായിട്ട് നിൽക്കുന്ന ജീവിതം. അപ്പം പ്രവാചകൻ പറയും ശരി വാ എന്ന് പറഞ്ഞിട്ട് ആ തോട്ടത്തിലേക്ക് കൊണ്ടുപോകും. ഒരു തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് ദുവാ ചെയ്യോ എന്താ കറക്കാൻ ഞാൻ ഓർക്കുന്നില്ല, ദുവാ ചെയ്ത. പക്ഷെ അവിടെ ആക്ച്വലി അത്രയ്ക്ക് കൊടുക്കാനുള്ളതില്ലായിരുന്നു. പ്രവാചകൻ ചെന്ന് നോക്കിയിട്ട് തിരിച്ചങ്ങ് വരും. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഫുൾ അയാൾക്ക് കൊടുക്കാനുള്ളതല്ല അതിനകത്തായി. ആ ലോകത്തിന് അത്ഭുതം എന്നുള്ള രീതിയിൽ അതിനകത്ത് വെച്ച് യഹൂദന് കൊടുക്കും അത്. അപ്പം അവരുടെ അവകാശങ്ങൾ എത്രത്തോളം സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നോക്കണം. എന്ത് നീതിയായിട്ടാണ് നടന്നിരിക്കുന്നത്. മിണ്ടിപ്പോരുത്, അവൻ കുറച്ചാൾ കഴിഞ്ഞ് തരും എന്ന് പറയാൻ, അല്ലെങ്കിൽ രൂക്ഷത കാണിക്കാത്തതാണ്. അപ്പം യുദ്ധം ചെയ്യാത്തന്ന ഒരുപാട് എങ്ങനെയാണ് ചോദിക്കുന്നത് മുസ്ലിം അടുത്ത് പോയി, അതൊന്നും നിനക്ക് വാങ്ങിച്ചാൽ കടവും തരാൻ പറ്റില്ല, വാങ്ങിച്ചാൽ പോയി കുറച്ച് കഴിഞ്ഞ് നാളെ നമ്മൾ വാങ്ങിച്ച അവിടെ അത്ര ഒന്നും കൊടുക്കുന്നില്ല, ഒരു കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കുന്നില്ല. ഈ പ്രവാചകൻ ഇറങ്ങിപ്പോയി ആ ഡിഗ്നിറ്റി ഒന്നും നോക്കുന്നില്ല. ഒരു പ്രവാചകനാണ്, ഭരണാധികാരിയാണ്, ഒരു സാധാ ഒരാൾക്ക് വേണ്ടിയിട്ട് പോയിട്ട് ഒരു യഹൂദന്റെ അടുത്ത് പോയി റെക്കമെൻഡ് ചെയ്യണം, ഇല്ല ഇച്ചിരി സവാറിന് കൊടുക്കും. അവൻ സമ്മതിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെയും പറയുന്നത്, പിന്നെയും കേൾക്കുന്നില്ല. ശരി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് തോട്ടത്തിലൂടെ നടന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവിടെ അപ്പോഴത്തേക്കെല്ലാം അത്രയും അയാൾക്ക് എന്ത് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ അത് കിട്ടുകയാണ്. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ പറയുന്നതെല്ലാം പച്ചയ്ക്ക് വർഗീയതയും ഇതാണ്. നേരെ ഇതല്ല ഇസ്ലാം. പ്രവാചകൻ ജീവിച്ചു കാണിച്ച് നോക്കുക എങ്ങനെ യഹൂദന്മാരോട് എങ്ങനെ പെരുമാറുന്നുണ്ട്. ഇനി അവരെ കുറിച്ച് എപ്പോഴും ഈ നോൺ മുസ്ലിംസിനെ കുറിച്ച് എപ്പോഴും ഓർത്തവർ ഇസ്ലാമിലോട്ട് വരുന്നില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുന്ന, അതിന് അള്ളാഹു അത് എടുത്ത് പറയും, നീ ഇങ്ങനെ ദുഃഖിക്കുന്ന എന്തിനാണ്? നീ സ്വന്തമായിട്ട് നിന്നെ തന്നെ നശിപ്പിക്കുവോ? നീ നിന്നെ തന്നെ കൊല്ലുവോ എന്നുള്ള രീതിയിൽ അള്ളാഹു ചോദിക്കുന്നത്. ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താണ് മറ്റുള്ള ആൾക്കാർ മുസ്ലിങ്ങൾ ഇസ്ലാമിലോട്ട് വരുന്നില്ല എന്നുള്ളത്, അത് ഞാനാണെന്നുള്ളതിന് പല സ്ഥലങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ ഇത് പറയുന്നത് ഖുറാന്റെ 26:3, അതിന്റെ ഖുറാന്റെ 18:6, അതുപോലെ ഖുറാന്റെ 35:8 അള്ളാഹു ചോദിക്കുന്നതാണ്. നിങ്ങൾ ഓവറായിട്ട് പറയുന്നുണ്ട് നോൺ മുസ്ലിംസിനെ കുറിച്ച്, അവർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ നശിപ്പിക്കുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ യഹൂദ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് ആഹാരം കഴിച്ചായിട്ട് കാണാം, വിഷം തടവിയ സ്ത്രീ, ബുഖാരി 2617. അതെന്താ രൂക്ഷത കാണിച്ച് അവരെ കൊന്നാൽ അവരാണ് കൊല്ലാൻ നോക്കിയത്. വിഷം പുരട്ടി കൊല്ലാൻ നോക്കിയത് യഹൂദ സ്ത്രീയാണ്, അല്ലാതെ ഇപ്പൊ പ്രവാചകരുടെ മുസ്ലിങ്ങളോ അല്ല യഹൂദന്മാരെ കൊല്ലാൻ നോക്കിയത്. എന്തൊക്കെ വാസ്തവരാണ്. ശരി, അപ്പൊ അതല്ല നമുക്ക് ടോപ്പിക് അതല്ല. ആരാണ് അയൽക്കാരെന്നുള്ളത് അതും കൂടെ അതിനകത്ത് അഡ്രസ് ചെയ്യണമല്ലോ. ആരാണ് അയൽക്കാരൻ എന്നുള്ളതിന് പ്രവാചകൻ ആൻസർ പറഞ്ഞു. ആരാണോ നിങ്ങളുടെ അടുത്തുള്ളവൻ അവനാണ് അയൽക്കാരൻ, അല്ലാതെ ആരാണ് മുസ്ലിം എന്നല്ല പറഞ്ഞു. ഇത് മിസ്കാത്ത് അൽ മസാബി എന്നുള്ള ആ ഹദീസ് ഗ്രന്ഥത്തിൽ 1936 മിസ്കാത്ത് അൽ മസാബി 1936 കാണാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആളാണ് നിങ്ങളുടെ നെയ്ബർ. അതിന് ഡെഫിനിഷൻ ഉണ്ട്. ആരിഫിന് കറക്റ്റായിട്ട് മറുപടി കൊടുക്കുന്ന കണ്ടത്. ആരാണ് നിങ്ങളെ അയൽവാസി? മുസ്ലിങ്ങളായിട്ട് ആരൊക്കെ ഉണ്ടോ അവനാണ് നിന്റെ അയൽവാസി എന്നല്ല പറയേണ്ടത്. ഇവിടെ നിന്റെ തൊട്ടടുത്തുള്ള ആരാണോ അവനാണ് നിന്റെ അയൽവാസി, അത് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസിൽ ബുഖാരിയിൽ 6014 അയൽവാസിയുടെ അവകാശങ്ങൾ, നെയ്ബർഹുഡ് റൈറ്റ്സ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കര നമുക്കതിനകത്ത് പേടി വരും. അത്രത്തോളം ഒരു അയൽവാസി ശ്രദ്ധിക്കണം എന്നുള്ളത് ഇസ്ലാമിലെ കടമയാണ്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ ഹദീസിൽ പറയുന്നത് ജിബ്രീൽ വന്നിട്ട് ആവർത്തിച്ച് അയൽക്കാരുടെ അവകാശങ്ങളെ കുറിച്ച് പറയും. പറഞ്ഞ് പ്രവാചകൻ പറയുന്നു, ഇനി എങ്ങാനും അടുത്തുള്ള
ആ അയൽവാസിയെ നമ്മുടെ അനന്തരാവകാശിയാക്കും, അതായത് സ്വത്തിൽ കൂടെ പങ്കു കൊടുക്കേണ്ടി വരുമോ ഇനി അയൽവാസിക്ക്? അത്രത്തോളം ഇൻസിസ്റ്റ് ചെയ്ത് പിന്നെ വീണ്ടും വീണ്ടും ഇതാണ് നിങ്ങളുടെ അയൽവാസികൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഇവര് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നുള്ളത്. വളരെ ഒരുപാട് ഹദീസുകൾ കാണാം. നിങ്ങളുടെ ഷർറ്, നിങ്ങളുടെ ഈവിൽ കൊണ്ട് ഏതൊരു അയൽവാസി സംരക്ഷണത്തിൽ സുരക്ഷിതനല്ലയോ നിങ്ങൾ മുസ്ലിം അല്ല. അയൽവാസിക്കാരനാണ് പ്രശ്നങ്ങൾ എപ്പോഴും. എത്ര കോടീശ്വരനാണ്, എത്ര പണമുണ്ടെങ്കിൽ അയൽവാസി ശരിയല്ലെങ്കിൽ നമ്മുടെ സമാധാനം അല്ല. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളെ കൊണ്ട് ഒരു ശല്യം അവൻ വരരുത്. ആണി അടിക്കുന്നതിനെ കുറിച്ചൊക്കെ സെപ്പറേറ്റ് ഹദീസുകളുണ്ട്, അതൊക്കെ എടുത്ത ഒരുപാട് സംസാരിക്കണം. വഴിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വീട് വിൽക്കണമെങ്കിൽ, എന്റെ കാര്യത്തിലുള്ള വീട്, എന്റെ വീട് വിൽക്കണമെങ്കിൽ ആദ്യം അയൽക്കാരനടുത്ത് ചോദിക്കണമെന്നാണ്. ഇവിടെ ആരെങ്കിലും വന്ന് വേറെ അടുത്തവന് ശല്യം ഉണ്ടാക്കുന്നത് അവൻ്റെ ചോദിച്ചിട്ട് വിൽക്കാവുന്നതാണ്. ഇതൊക്കെ ഏത് രാജ്യത്ത് ഏത് നിയമത്തിലുണ്ട്? അത്രയ്ക്ക് അഡ്വാൻസ് ആയിട്ടാണ് ഇതാണ് ഗോത്രകാല നിയമം എന്ന് അവർ പറയുന്നത്. അയൽവാസികൾ ചോദിച്ചിട്ട് വിൽക്കാവൂ. നിങ്ങൾ എന്തെങ്കിലും വീട്ടിൽ സ്പെഷ്യൽ ആയിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയാൽ, ബിരിയാണി അല്ലെങ്കിൽ ഒരു കാര്യം പോലെ ഉണ്ടാക്കിയാൽ, അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച്, അതായത് അതിന്റെ ക്വാളിറ്റി കുറച്ച് ആണെങ്കിൽ കുഴപ്പമില്ല, അടുത്തുള്ളവർക്ക് കൊടുക്കുക. ഒരു പുതിയ സ്പെഷ്യൽ വരുമ്പോൾ അവർക്കും അത് കഴിക്കണം എന്ന് തോന്നില്ല, അന്ന് അവർ വീട്ടിൽ കാണത്തില്ലായിരിക്കും, അവർക്ക് കുട്ടികൾ കാണും, അവർക്ക് കൊടുക്കണം. അപ്പം ഇച്ചിരി വെള്ളം കൂട്ടിയിട്ടാണെങ്കിലും, അതായത് അതിന്റെ ക്വാളിറ്റി കുറച്ചിട്ടാണെങ്കിലും നിങ്ങൾ അവർക്കും കൂടെ കൊടുക്കുക. ഇനി ചെറിയ കാര്യമാണെങ്കിലും, ഒരു ആടിന്റെ കാല്, പായ എന്ന് പറയത്തില്ലേ, കുളമ്പ്, കാലിന്റെ കാലിൽ കുളമ്പ് വെച്ചതാ. കുളമ്പ് എന്ന് പറഞ്ഞാൽ തമിഴിലെ കുളമ്പല്ല, കാലിന്റെ എന്താ പറയുന്നത്, സൂപ്പ് ഏറ്റവും അതിന്റെ കാലിന്റെ സൂപ്പ്, അത് ഏറ്റവും കുറഞ്ഞതാണ് സാധാരണ എല്ലാവരും വില മതിക്കുക. അങ്ങ് അതുണ്ടാക്കിയാലും നിങ്ങൾ അത് അയൽക്കാർ കൊടുക്കുക. ഒരിക്കലും ചെറിയ സാധനമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഗിഫ്റ്റിനെ ഇതാ ഒഴിവാക്കരുത്. അതാണെങ്കിൽ നിങ്ങൾ കൊടുക്കുക. ഭയങ്കര തത്വമാണ് അത്. എനിക്കറിയാവോ എത്ര കോടീശ്വരനാണ് നമ്മളെ കണ്ടിൽ, എത്ര വലിയ കോടീശ്വരൻ അപ്പുറത്ത് താമസിക്കുകയും അവന് ചെറിയ ബിസ്ക്കറ്റ് പാക്കറ്റോ ഒരു പേനായ ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ മുഖം മാറുന്ന കാണണം. ഭയങ്കര സൈക്കോളജിയാണ്. ഒരു ശത്രുത കാണത്തില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴും അയൽക്കാർ തമ്മിൽ എന്തെങ്കിലും ചെറിയൊരു ഇല വീഴുന്നു പറയാൻ, വെള്ളം കൊണ്ട് കത്ത് വീഴുന്നു പറയാൻ ചാൻസസ് കൂടുതലാണ്. അതേസമയം അത് ഇങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സമാധാനം കാണും. ഇതൊക്കെ എങ്ങനെ പറയാം, നമ്മൾ തന്നെ അതിശയിക്കുന്നത്. ഇത്ര ഒരുപാട് ഹദീസുണ്ട് നെയ്ബർഹുഡ് ഹദീസ് വായിച്ചു കഴിഞ്ഞാൽ അറിയാം. നൈബർ മരിച്ച് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്, 2 മണിക്കൂർ പറയാനുള്ളത് തന്നെ നമ്മൾ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നെയ്ബർഹുഡ് ഹദീസ്. ഇനി മെയിൻ പോയിന്റ് പറയാനുള്ളത് ഇതാണ് തിർമിദിയിലെ അല്ല ഇനി അദബുൽ മുഫ്രദിൽ 105 ഈ ഹദീസിലാണ് ആരിഫിനുള്ള കറക്റ്റ് ഉത്തരം. ഓൾറെഡി നമ്മൾ യഹൂദ് ബാലന്റെ എല്ലാം പറഞ്ഞു. ഇതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അദബുൽ മുഫ്രദ് 105 അബ്ദുല്ല ബിൻ അമർ എന്നുള്ള സഹാബി. അപ്പൊ ആ സഹാബിയുടെ വീട്ടിൽ അന്നെന്തോ സ്പെഷ്യലായിട്ട് എന്തോ ഉണ്ടാക്കി. അപ്പോൾ അദ്ദേഹത്തിന് അടിമ ഉണ്ടായിരുന്നു. ആ അടിമയുടെ അടുത്ത് ചോദിക്കും, നമ്മുടെ അയലത്ത് താമസിക്കുന്ന യഹൂദന് നീ ഇത് കൊടുത്തോ? ഏത് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയ സാധനം അവർ വീട്ടിൽ കൊടുത്തോ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് പറയും, ബുഖാരിയിലെ 6014 എന്നുള്ള ഹദീസിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അടിക്കടി ഒന്ന് ജിബ്രീൽ ആവർത്തിച്ച് പറഞ്ഞ്, നിന്റെ നെയ്ബറിന്റെ കാര്യത്തിൽ നീ സൂക്ഷിച്ചോ, അവർക്ക് ചെയ്യണം, അവളെ ശ്രദ്ധിച്ചോളണം, അവർ അനന്തരാവകാശിയാക്കുന്നിടത്തോളം ആവർത്തിച്ച് പറഞ്ഞെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ആ യഹൂദന് നീ നമ്മളെ വീട്ടിലുണ്ടാക്കിയ സാധനം കൊടുത്തോ എന്ന് ആര് ചോദിക്കുന്നു? സഹാബി അബ്ദുല്ല ബിൻ അമർ. അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി ആരാണ് യഹൂദനാണ് ആണെങ്കിൽ അവർക്ക് കൊടുക്കണമെന്ന്. അയൽവാസി ആരാന്ന് മനസ്സിലായി.